പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ തിരുവനന്തപുരം മേയർ വി രാജേഷും ഡെപ്യൂട്ടി മേയറും കൌൺസിലർമാരും ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ബിജെപി തിരുവനന്തപുരം സിറ്റി അധ്യക്ഷൻ കരമന ജയനും നിരവധി പ്രവർത്തകരും ചേർന്ന് ജനപ്രതിനിധികൾക്ക് യാത്രയയപ്പ് നൽകി. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയം കരസ്ഥമാക്കിയ തിരുവനന്തപുരം നഗരസഭയിലെ ബിജെപി കൌൺസിലർമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആതിഥ്യം സ്വീകരിക്കാൻ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉച്ചയ്ക്ക് 12:15 തമ്പാനൂരിൽ നിന്ന് പുറപ്പെട്ട കേരള എക്സ്പ്രസ് ട്രെയിനിലാണ് വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും ഉൾപ്പെടെയുള്ള ബിജെപിയുടെ നഗരസഭാ കൌൺസിലർമാർ യാത്ര തിരിച്ചത്. അൻപത് കൌൺസിലർമാരുടെ ഡൽഹിയിലേക്കുള്ള യാത്ര തിരുവനന്തപുരം നഗരസഭയ്ക്കും കേരളത്തിനും ഗുണകരമായ മാറ്റമുണ്ടാക്കുമെന്ന് മേയർ വി രാജേഷ് പറഞ്ഞു. തീർച്ചയായിട്ടും ഈ യാത്ര, ഈ 50 കൌൺസിലർമാരുടെയും യാത്ര തിരുവനന്തപുരത്തിനും കേരളത്തിനും ഒരുപാട് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ പാർലമെന്ററി രംഗത്ത് ഏതു തരത്തിലാണ് ഇടപെടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അടുത്ത ലെവലിലുള്ള ഇപ്പോൾ കോർപ്പറേഷൻ കൗൺസിലർമാരാണ്. എന്നാൽ ഡൽഹിയിൽ പാർലമെന്ററി രംഗത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരോടൊപ്പം ഇടപെടുമ്പോഴേക്കും പാർലമെന്ററി രംഗത്ത് ഏതു തരത്തിലാണ് ജനങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് യാത്ര. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷും ബിജെപി സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയനും കൌൺസിലർമാർക്ക് യാത്രയയപ്പ് നൽകി. പ്രധാനമന്ത്രിയിൽ നിന്ന് ലഭിച്ച ബഹുമതിയാണിതെന്ന് അഡ്വക്കേറ്റ് എസ് സുരേഷ് പറഞ്ഞു. ശ്രീ രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ നേതാക്കന്മാരും അടങ്ങുന്ന ഈ സംഘത്തിന് കിട്ടിയിരിക്കുന്നത് ഒരു അപൂർവമായിട്ടുള്ള ബഹുമതിയാണ്. ഞങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അങ്ങേയറ്റം നന്ദിയുണ്ട്. അദ്ദേഹം കേരളത്തിലെ ലക്ഷോപലക്ഷം ജനതയ്ക്ക് നൽകിയ ഒരു വലിയ അംഗീകാരമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് അദ്ദേഹത്തിൻ്റെ വസതിയിൽ നൽകുന്ന ഡിന്നറും അതോടൊപ്പം തന്നെ പാർലമെന്റ് കാണാനുള്ള അവസരവും മന്ത്രിമാരെ കാണാനുള്ള അവസരവും അതിന് പ്രത്യേക നന്ദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് കേരളത്തിലെ ബിജെപിക്ക് വേണ്ടി ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. കേരളത്തിന്റെ സർവതോമുഖമായിട്ടുള്ള വികസനം ലക്ഷ്യമാക്കിയുള്ളതാണ് ഈ യാത്രയെന്ന് ബിജെപി സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ വ്യക്തമാക്കി. കേരളത്തിന്റെ സർവതോമുഖമായിട്ടുള്ള വികസനം, പ്രത്യേകിച്ചും തലസ്ഥാന ജില്ലയുടെ സർവതോമുഖമായിട്ടുള്ള സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള യാത്രയാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും ബിജെപി കേന്ദ്ര നേതൃത്വവുമായിട്ടൊക്കെ നിരവധി ചർച്ചകളും കാര്യങ്ങളും നടക്കും. അത് ശുഭകരമാകണം എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മറ്റ് സംസ്ഥാന നേതാക്കളും കൌൺസിലർമാർക്കൊപ്പം പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. കേരളത്തിൽ നിന്നുള്ള 119 കൌൺസിലർമാരാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. ജനം, തിരുവനന്തപുരം.